ലൈഫ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് മലയാളം 12ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ ഗാന്ധിജിയുടെ ലളിതമായ ജീവിതം എന്നൊരു പാഠഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. എങ്കിലും നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതിയാലേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 1888 വക്കീൽ പരീക്ഷയ്ക്കു പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. 1948 ജനുവരി 30 വെടിയേറ്റു മരിച്ചു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധി സാഹിത്യം മുതലായവ കൃതികളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാന്ധിയെക്കുറിച്ച് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. അപ്പോൾ തുടക്കത്തെ അഥവാ സുഖജീവിതത്തെക്കുറിച്ചും ആ സുഖജീവിത ലളിത ജീവിതത്തിലേക്ക് ഗാന്ധിജി എങ്ങനെ വഴിമാറ്റി എന്നതിനെക്കുറിച്ചുമാണ് ലളിത ജീവിതം എന്ന പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ തുടക്കത്തിൽ സുഖജീവിതമാണ് ഗാന്ധിജി നയിച്ചിരുന്നതെങ്കിലും അത്തരത്തിലുള്ള ജീവിതം അദ്ദേഹത്തെ ഒട്ടും സ്വാധീനിച്ചില്ല. ജീവിത ചെലവ് ചുരുക്കുന്നതിന് അദ്ദേഹം ആദ്യം തന്നെ ശ്രദ്ധിച്ചു. നന്നായി ഒരു കാര്യവും അദ്ദേഹം ശ്രദ്ധയോടുകൂടിയിട്ടാണ്, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോഴുണ്ടായൊരു സംഭവം ആണ് അദ്ദേഹം ഈ ലളിത ജീവിതം എന്നതിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ശൂരകപ്പണി, അലക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുടിവെട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തം ചിലവിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ലളിത ജീവിതം നയിച്ചതിനെ കുറിച്ചാണ് നമ്മളോട് വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. ഞാൻ സ്വന്തമായി ഗാന്ധിജി അലക്കാനുള്ള സാമഗ്രികൾ സ്വയം വാങ്ങി അലക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ സ്വന്തമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? അലക്കാനുള്ള സാമഗ്രികളൊക്കെ വാങ്ങി അലക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടായിരിക്കാം എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ അലക്കുകാരൻ കൃത്യമായി അലക്കി തന്നിരുന്നില്ല. കൂടാതെ അലക്കുകൂലിയും വളരെ കൂടുതലായിരുന്നു. 2-3 ഡസൻ ഷർട്ടും കോളറും മതിയാവാതെ വന്നു. കോളർ എന്ന് പറഞ്ഞാൽ വക്കീലിൻ്റെ കോട്ടിനാണ് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി കേട്ടോ. കോളർ ദിവസവും മാറ്റണം, ഷർട്ട് ഒന്നിടവിട്ടെങ്കിലും മാറണം. ഇതൊക്കെ ഇരട്ട ചെലവിന് കാരണമായി. ഈ ചെലവ് അനാവശ്യമാണെന്ന് ഗാന്ധിജിക്ക് തോന്നി. അപ്പോൾ അതാണ് ഗാന്ധിജി അങ്ങനെ പറയാനുള്ള കാരണം. ഇനി 2, എനിക്കത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ചോദിക്കുകയാണ്. ആരാണിത് പറഞ്ഞത്? ഇത് പറയാനുള്ള ഹേതു എന്തായിരുന്നു? അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗോഖലെയാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ എഴുതേണ്ടത് ഗോഖലെ എന്നാണ്. മഹാദേവ ഗോവിന്ദ റാനഡെ സമ്മാനിച്ച നേരിയത് അദ്ദേഹത്തിന് അമൂല്യമായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ മാത്രം അദ്ദേഹം ഉപയോഗിച്ചു പോന്ന ആ നേരിയതിൻ്റെ കവണി ചുരുങ്ങിപ്പോയിരുന്നു. അലക്കുകാരനെ ഏൽപ്പിച്ചാൽ സമയത്തിന് കിട്ടില്ല. അപ്പോൾ താനത് തേച്ചു തരാമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഗോഖലെയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. വക്കീൽ എന്ന നിലക്കുള്ള നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വസിക്കാം. പക്ഷേ അലക്കുകാരൻ എന്നതിൽ വയ്യ. നിങ്ങളത് ചീത്തയാക്കിയാലോ? എനിക്കത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിച്ചു, എനിക്കത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന ക്വസ്റ്റ്യന് ചോദിച്ചത് ഗോഖലെ ആയിരുന്നു ഗാന്ധിജിയോട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാർക്കിന് അതേപോലെ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ചോദിച്ച വ്യക്തി ആരായിരുന്നു? ഗോഖലെ. ആരോട് ചോദിച്ചു എന്നുള്ളത് ഗാന്ധിജിയോട്. കാരണം അദ്ദേഹത്തിന് മഹാദേവ ഗോവിന്ദ റാനഡെ സമ്മാനിച്ച ഒരു വസ്ത്രം അമൂല്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പോൾ ഗാന്ധിജിൻ്റെ കയ്യിൽ അലക്കാൻ കൊടുക്കുമ്പോൾ ഒരു വക്കീൽ എന്ന നിലയിൽ ഗാന്ധിജി വളരെ എക്സ്പേർട്ട് ആണെങ്കിലോ ഒരു അലക്കുകാരനുള്ള കഴിവ് ഗാന്ധിജിക്കില്ല എന്ന തോന്നലാണ് ഗോഖലെയെ ഇങ്ങനെ പറയിപ്പിച്ച സന്ദർഭം കേട്ടോ. അപ്പോൾ ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, ഗോഖലെ ഗാന്ധിജിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ ഗാന്ധിജിക്ക് തോന്നിയത് എന്തായിരുന്നു? അപ്പോൾ എന്താണെന്ന് നോക്കാം. ഗോഖലെയിൽ നിന്നും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ലോകം മുഴുവനും തനിക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചാലോ ഒരു പ്രശ്നമല്ലെന്നാണ് ഗാന്ധിജിക്ക് തോന്നിയത്. ഗോഖലെയുടെ അഭിപ്രായത്തെ അദ്ദേഹം അത്രയധികം മാനിച്ചിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നാണ് അറിയപ്പെടുക അല്ലേ. അപ്പോൾ അത്രത്തോളം താൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. തനിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തന്നെ പ്രവൃത്തി നല്ലതാണെന്ന് പുകഴ്ത്തി പറഞ്ഞത് എന്നതിനുള്ള ഒരു അഭിമാനത്തെയാണ് ഗാന്ധിജി ഈ രൂപത്തിൽ ഇവിടെ വിശദമാക്കിയത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യന്, വിവാഹങ്ങൾ, ഷഷ്ടിപൂർത്തി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് കണ്ടുവരുന്ന ആർഭാടങ്ങൾ ലളിത രീതി ഇല്ലാതായതെങ്ങനെ? അപ്പോൾ ഷഷ്ടിപൂർത്തി ഇതിനൊക്കെ എങ്ങനെയാണ് ലളിതമായിട്ടുള്ളൊരു
രീതി ഇല്ലാതെ പോയതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരപ്പുറത്തിൽ കവിയാതെ എഴുതേണ്ട ഒരു ആൻസറാണ്. ലളിത ജീവിതത്തിൽ ആർഭാടത്തിനും ആഡംബരത്തിനും സ്ഥാനമില്ല. ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള ചുരുങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രം മിതമായി ചെലവ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണത്. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന വിവാഹങ്ങളിലും ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളിലും മറ്റും ആർഭാടത്തിനും ആഡംബരത്തിനും പൊങ്ങച്ചത്തിനുമാണ് മുൻഗണന നൽകി വരുന്നത്. ആഭരണങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, പാരിതോഷികങ്ങൾ, ഓഡിറ്റോറിയം, പന്തൽ, സ്റ്റേജ് അലങ്കാരങ്ങൾ, സദ്യ, കലാപരിപാടികൾ, വീഡിയോ, ഫോട്ടോ ആൽബം തുടങ്ങി എല്ലാ രംഗങ്ങളിലും ആർഭാടത്തിൻ്റെ തിര തള്ളൽ കാണാം. ഇത്തരമൊരു സന്ദർഭത്തിൽ ലളിത ജീവിതം സാധ്യമാവുകയില്ല എന്നതാണ് ഗാന്ധിജി ജനങ്ങളെ ഉണർത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇനി അടുത്ത് പറയുന്ന ക്വസ്റ്റ്യനും നമ്മൾ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് ചെറുതാണ് സുന്ദരം, ഒരു ഇൻവെർട്ടർ കോമയിലിട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ചെറുതാണ് സുന്ദരം. അപ്പോൾ അതിനെ ലഘുക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഈ വിഷയത്തെപ്പറ്റി ഒരുപാട് ചർച്ചകളും ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ആശയത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ആഹാരം, പാർപ്പിടം, വസ്ത്രം തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഈ ആശയത്തിന് പ്രാമുഖ്യമുണ്ട്. ചെറുത് എന്നത് അതൊരളവ് മാത്രമല്ല, എളിമ, സൗന്ദര്യം, സൗകര്യം, സമയലാഭം തുടങ്ങി പല കാര്യങ്ങളുമായി ആ വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര ചെറുതാണെങ്കിലും അതിനും വളരെ മനോഹാരിത ഉണ്ടെന്ന് ഗാന്ധിജി ഈ ഇതിലൂടെ വിശദമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക് ഗാന്ധിജിയുടെ പാഠഭാഗമായ ലളിത ജീവിതത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.